അപ്പം മുട്ട റോസ്റ്റ്, ഇടിയപ്പം മുട്ട റോസ്റ്റ്, പത്തിരി മുട്ട റോസ്റ്റ് ഇതൊക്കെ നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവങ്ങളാണ്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് ടൈം കൂടുതൽ എടുക്കുമെങ്കിലും ഇതിന്റെ ഫൈനൽ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു കടായി ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും 5 വെളുത്തുള്ളി ചതച്ചതും ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കേണ്ട, അങ്ങനെ ചെയ്താൽ അടിയിൽ പിടിക്കും. ഒരു 30 സെക്കൻഡ് ഇളക്കിയതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല പൊടിയായിട്ട് പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. 1/2 മിനിറ്റ് ഇളക്കിയതിനു ശേഷം സവാള ആഡ് ചെയ്യാം. മീഡിയം വലിപ്പത്തിലുള്ള 5 സവാളയാണ് ആഡ് ചെയ്തത്. അതുപോലെ സവാള അരിയുമ്പോൾ പരമാവധി കനം കുറച്ച് അരിയണം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. സവാള നന്നായി വഴണ്ടു വരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം എടുത്ത് സവാള വഴറ്റണം. 20-25 മിനിറ്റ് എടുക്കും സവാള വഴണ്ടു വരാൻ. സവാള നന്നായി വഴണ്ടു വന്നാലേ മുട്ട റോസ്റ്റിന് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. സവാള നന്നായി വഴണ്ടു വരുമ്പോൾ പൊടികൾ ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറി പൊടികൾ മൂത്ത് വരുമ്പോൾ അധികം പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. അതിനുശേഷം മൂടി വെച്ച് തക്കാളി കുക്കാകുന്നതുവരെ വേവിക്കണം. തക്കാളി ഓപ്ഷണലാണ്. തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പകരം 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്താലും മതി. ഇപ്പോൾ തക്കാളി കുക്കായിട്ടുണ്ട്. ഇതുപോലെ തക്കാളി ഉടഞ്ഞു വരണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യും. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അടുത്തതായി മുട്ട ചേർത്ത് കൊടുക്കാം. 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തോടെല്ലാം പൊളിച്ച് ഓരോ മുട്ടയും 4 സൈഡും വരഞ്ഞ് കൊടുത്ത് കറിയിലേക്ക് ആഡ് ചെയ്യാം. നാല് മുട്ടയും ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി 2 മിനിറ്റ് അടച്ചു വെക്കണം. ഇപ്പോൾ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ അളവിൽ നമുക്ക് 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. മുട്ട റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ സവാള കനം കുറച്ച് അരിയണം. അതുപോലെ സവാള ചെറിയ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റിൽ മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പേജ് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.